ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദർ പൊന്നുഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച അക്ഷരാർച്ചന ശ്രീമന്നാരായണീയം എന്ന സ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 193 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമന്നാരായണീയം 19 ദശകത്തിൽ 4 ശ്ലോകത്തെയാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം, പിന്നീട് അർത്ഥം, വീണ്ടും ശ്ലോകം, അതിനുശേഷം നമുക്ക് ശ്രീഹരിയം പാടി ഇന്നത്തെ നാരായണീയോപാസന ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശതായുതം സമാം ഭവൽ സുഖാസ്വാദരസാദമീഷ്വിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രതാം. അമീതം സ്തവം ജപന്താം ജലാന്തരേ അയുതം സമാം ഭവന്തം ആസേ വിശതാം ഭവൽ സുഖാസ്വാദരസാൽ അമീഷു യാൻ കാല ബഭൂവ ധ്രുവവൽ ശീഘ്രതാ നാം. ധ്രുവനെ പോലെ തിരക്കുണ്ടായില്ല എന്നാണ്. ധ്രുവന് 6 മാസം കൊണ്ട് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ വരങ്ങൾ കൊടുത്തു. പ്രതേജസ്സുകളോ 10,000 കൊല്ലം ഭജിച്ചു എന്നാണ്.
കാരണം എന്താ? അവർക്ക് തപസ്സിദ്ധിയിൽ ബദ്ധപ്പാടില്ലാതെ വന്നു. അതിന് കാരണോ ഭഗവാനെ ഭജിക്കുന്നത് തന്നെ സുഖമാണ്. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടാൽ പരമസുഖമാണ്. ഭഗവാനെ ഭജിക്കുന്നത് തന്നെ സുഖം. അപ്പൊ തപസ്സിന്റെ ഫലം സിദ്ധിക്കാൻ കാലം നീളുന്നിടത്തോളം കാലം ഭഗവത് ഭജനസുഖം അനുഭവിക്കാം, അല്ലേ? ഇപ്പൊ ചില ആളുകള് ഗുരുവായൂരപ്പനെ തൊഴാൻ പോയി കഴിഞ്ഞാൽ വേഗം തൊഴുതു പോരുന്നതാണ് സുഖം എന്ന് കരുതുന്ന ആളുകളുണ്ട്. മറ്റു ചില ആളുകളോ അവർ പറയുകയാണ് കുറേ നേരം വരി നിൽക്കാൻ സാധിച്ചത് ഭാഗ്യം. ഭഗവാന്റെ ദിവ്യമായ കഥകളെ സ്മരിക്കാനും ഭഗവാന്റെ സഹസ്രനാമം പോലുള്ള സ്തോത്രങ്ങളെ ജപിക്കാനും ആ ഭൂമികയിൽ ഈശ്വര സാന്നിധ്യം അനുഭവവേദ്യമാകുന്ന ഭൂമികയിൽ നിൽക്കാനും ഭഗവത് സ്മരണയുണ്ടാവാനും ഇതൊരു കാരണമാണ്. അതുകൊണ്ട് കുറേ നേരം കാത്തു നിന്നത് നന്നായി എന്ന് പറഞ്ഞതുപോലെയാണ്. അമീതം സ്തവം ജപന്ത, ഈ പ്രചേതസ്സുകൾ ആ രുദ്രഗീതത്തെ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കണു, ആ സ്തോത്രം ജപിക്കണു. ജലാന്തരെ അയുതം സമ, വെള്ളത്തിനുള്ളിലാണ്. എത്ര വർഷം? അയുതം 10,000 വർഷക്കാലം. ഭവന്തം ആസേവിഷത, അവിടുത്തെ സേവിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു എന്നാണ്. ഭവൽ സുഖാസ്വാദരസാത്, ആ ഭഗവാനെ വേണ്ട പോലെ ആരാധിക്കുന്നതിൻ്റെ ഭഗവത് ഭജനം ചെയ്യുന്നതിൻ്റെ സുഖം ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ രസത്തിൽ അതിലുള്ള താല്പര്യം കാരണം അമീഷു ഇയാൻ കാല, ഈ പ്രചേതസ്സുകൾ അവർക്ക് ഇത്രയും കാലം കഴിഞ്ഞുപോയി. പക്ഷെ അവർക്കോ ധ്രുവനെ പോലെ വേഗത്തിൽ വന്നില്ല എന്നേ ഉള്ളൂ. ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള രംഗം അതൊക്കെയാണ് നമുക്കിനി കേൾക്കാനുള്ളത്. ഇപ്പോൾ ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം ശ്രീഹരിയും. സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശതായുതം സമാ ഭവൽ സുഖാസ്വാദരസാദമേഷ്വിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രത. ഇനി നമുക്ക് ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ എണ്ണത്തിൽ പാടി സമർപ്പിക്കാം. നാരായണ 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 ശ്രീവാതനാഥ. രുദ്രഗീതസ്തോത്രം ചൊല്ലി പ്രചേതസ്സുകളാമവർ രുദ്രതീർത്ഥത്തിങ്കൽ നിന്നും തപസ്സു ചെയ്തു. ആനന്ദസ്വരൂപാ നിന്നെ ആസ്വദിച്ചു സുഖിച്ചവർ തപം ചെയ്തു സംവത്സരം 10,000. നാരായണ 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 ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ
നാരായണ നാരായണ.